നമസ്കാരം. ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തിലെ സാമ്പത്തിക വ്യവസ്ഥയും തൊഴിൽ മേഖലയും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ പ്രകടമാകുന്ന ചില വലിയ അസമത്വങ്ങളുണ്ട്. രാജ്യത്തെ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയിൽ അതീവ സുരക്ഷിതമായ സർക്കാർ ഉദ്യോഗവും ഉയർന്ന മാസശമ്പളവും ഒക്കെ ആസ്വദിക്കുന്നത് വളരെ കുറച്ചു പേർ മാത്രമാണ്. ഉദാഹരണത്തിന് 3.5 കോടിയോളം ജനങ്ങളുള്ള കേരളത്തിൽ ഏതാണ്ട് 5.5 ലക്ഷത്തിനടുത്ത ആളുകൾ മാത്രമാണ് പൊതുമേഖലയിൽ ജോലി ചെയ്യുന്നത്. അതായത് ആകെ ജനസംഖ്യയുടെ കേവലം 1.3% മാത്രമാണ്. എന്നാൽ ഈ ചുരുക്കം വരുന്ന വിഭാഗത്തിൻ്റെ ശമ്പളം, വിരമിച്ചവർക്കുള്ള പെൻഷൻ, ഇതിനായിട്ട് ഖജനാവ് വരുത്തിവെച്ച കടത്തിൻ്റെ പലിശ എന്നിവയ്ക്കായി മാത്രം സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനത്തിൻ്റെ 77% തുക മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നു. ഭരണകൂടത്തിൻ്റെ വരുമാനത്തിൽ 3/4 പങ്കും ഈ ചെറിയ ശതമാനം ആളുകൾക്കായി ചിലവഴിക്കപ്പെടുമ്പോൾ ബാക്കി വരുന്ന വലിയൊരു ജനസമൂഹം അടിസ്ഥാന വികസനങ്ങൾക്കായി ഇപ്പോഴും കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഖജനാവിൽ നിന്നും സ്ഥിര വരുമാനമോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത ബാക്കി വരുന്ന 98% വരുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഈ നാടിൻ്റെ സാമ്പത്തിക ചക്രത്തെ ചലിപ്പിക്കുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ദിവസക്കൂലിക്കാരായിട്ടുള്ള തൊഴിലാളികളോ കർഷകരോ അല്ലെങ്കിൽ ചെറുകിട ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന സ്വയം സംരംഭകരോ ഒക്കെയാണ്. നിത്യജീവിതത്തിനായിട്ട് തെരുവിൽ വാഹനം ഓടിക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾ തങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങളും ബാങ്ക് ലോണുകളും ഉപയോഗിച്ചാണ് ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. എന്നാൽ ഇത്തരം സാധാരണക്കാർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകേണ്ട ഭരണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും പലപ്പോഴും അവരെ നിയമങ്ങളുടെ പേരിൽ വേട്ടയാടുകയും പിഴ ഈടാക്കി വലയ്ക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ മുൻ സർക്കാരിൻ്റെ കാലത്ത് കണ്ടത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ കടുത്ത പരിശോധനകളും നികുതി ഭാരങ്ങളും ചിലയിടങ്ങളിലെ അഴിമതിയും കാരണം ഈ പാവപ്പെട്ട തൊഴിലാളികൾ നിത്യേന വലിയ രീതിയിലുള്ള മാനസിക സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സ്വകാര്യ മേഖലയിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും നേരിടേണ്ടി വരുന്നത്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെയുള്ള ചെറുകിട കടകളൊക്കെ, അതുപോലെ തന്നെ പെട്ടിക്കടകൾ, ബാർബർ ഷോപ്പുകൾ തുടങ്ങിയവയൊക്കെ നടത്തുന്ന വ്യാപാരികൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നവരാണ്. ദിവസം മുഴുവൻ കട തുറന്ന് പ്രവർത്തിച്ചാൽ പോലും ഒരു സാധാരണ കച്ചവടക്കാരന് ലഭിക്കുന്ന ലാഭം അത് ഒരുപക്ഷെ 1000-ഓ 1200 രൂപയിൽ താഴെ മാത്രമാണ്. നിലവിലെ വിപണി മന്ദത കാരണം ഈ തുക പോലും കൃത്യമായിട്ട് ലഭിക്കാത്തവരാണ് ഭൂരിഭാഗം. വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യതകളിലും അതോടൊപ്പം തന്നെ ബാങ്ക് വായ്പകളിലുമൊക്കെ തന്നെ പെട്ട് ഇവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ യാതൊരുവിധ സാമ്പത്തിക സുരക്ഷിതത്വവും ഭരണകൂടങ്ങൾ നൽകാറില്ല. ഇതിലും ദയനീയമാണ് നമ്മുടെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്ന് പറയുന്നത്. കഠിനാധ്വാനം ചെയ്ത് വിളവെടുക്കുന്ന കർഷകന് വിപണിയിലെ വിലയിടിവും ഇടനിലക്കാരുടെയൊക്കെ തന്നെ ചൂഷണവും കാരണം ഉൽപ്പാദന ചെലവ് പോലും തിരിച്ചുപിടിക്കാൻ കഴിയുന്നില്ല. കർഷകരെ സഹായിക്കാൻ പ്രഖ്യാപിക്കുന്ന നിരവധി പദ്ധതികളും ഇപ്പോൾ കടലാസിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവയെല്ലാം കടലാസിൽ ഒതുങ്ങുമ്പോൾ കടക്കണി മാത്രമാണ് ഇവർക്ക് മിച്ചം വരുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ ഇത്തരം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലാണ് പ്രായമായ മുഴുവൻ പൗരന്മാർക്കും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കണമെന്ന ലക്ഷ്യത്തോടെ വൺ ഇന്ത്യ വൺ പെൻഷൻ പോലെയുള്ള ജനകീയ മുന്നേറ്റങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ ഉയർന്നു വന്നത്. 60 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും തുല്യമായ പെൻഷൻ ഉറപ്പാക്കണമെന്ന ഇവരുടെ ആവശ്യം തികച്ചും യുക്തിസഹമാണെങ്കിലും രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ ഇത്തരം ജനകീയ ആവശ്യങ്ങളെ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്തത്. അതേസമയം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വിരമിച്ച ശേഷം ലഭിക്കുന്ന വലിയ തുകയുടെ പെൻഷനും അതുപോലെ അവർ മരണപ്പെട്ടാൽ പങ്കാളിക്ക് ലഭിക്കുന്ന കുടുംബ പെൻഷനും ഉയർന്ന സാമ്പത്തിക സുരക്ഷിതത്വമാണ് നൽകുന്നത്. മിക്ക കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവും രണ്ടുപേരും സർക്കാർ ജീവനക്കാരായിരിക്കുകയും ഒരേ വീട്ടിൽ ഒന്നിലധികം പെൻഷനുകൾ എത്തുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സുരക്ഷിതരായിട്ടുള്ള ഒരു ചെറിയ വിഭാഗം എല്ലാവിധ ആനുകൂല്യങ്ങളും കൈപ്പറ്റുമ്പോൾ രാജ്യത്തിൻ്റെ നട്ടലായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന കർഷകരും തൊഴിലാളികളും ഒക്കെ തന്നെ യാതൊരുവിധ സാമൂഹിക സുരക്ഷയും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ വ്യവസ്ഥിതിയുടെ വലിയൊരു പരാജയമാണ്. സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം പോരാടുന്ന ഒരു ദുരിതപൂർണമായിട്ടുള്ള കാലഘട്ടത്തിലാണ്. എന്നാൽ ഇന്നിതാ രാജ്യത്തെ മുഴുവൻ വീട്ടമ്മമാർക്കും വലിയ രീതിയിൽ ആശ്വാസവും അഭിമാനവും നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് ചരിത്രപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന സാധാരണക്കാർക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കാത്ത ഈ സമൂഹത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു പോയ ഒരു സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ സുപ്രീം കോടതി മുന്നിട്ടിറങ്ങി. പഞ്ചാബിൽ 1/4 നൂറ്റാണ്ട് മുൻപ് നടന്ന ഒരു ദാരുണമായിട്ടുള്ള വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട രേഷ്മ എന്ന 35-കാരിയായിട്ടുള്ള വീട്ടമ്മയുടെ കഥയാണ് ഈ നിർണായക വിധിക്ക് പശ്ചാത്തലമായത്. 25 വർഷങ്ങൾക്ക് മുൻപ്, അതായത് തൻ്റെ 35ാമത്തെ വയസ്സിലാണ് രേഷ്മ ഒരു അപകടത്തിൽ മരണപ്പെടുന്നത്. സ്വാഭാവികമായി മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടതായിരുന്നു. 1/4 നൂറ്റാണ്ട് മുൻപത്തെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു തുകയായി തോന്നാമെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവന് പകരമാവാൻ ഈ തുക ഒട്ടും പര്യാപ്തമല്ലെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് ഈ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോൾ ഇൻഷുറൻസ് കമ്പനി ഉന്നയിച്ച വാദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷാധിപത്യ ചിന്താഗതിയുടെയും വീട്ടമ്മമാരോടുള്ള അവഗണനയുടെയുമൊക്കെ തന്നെ നേർചിത്രമായിരുന്നു.
സാധാരണയായിട്ടൊരു വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കുടുംബത്തിന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ പ്രതിമാസ വരുമാനത്തിൻ്റെയോ ശമ്പളത്തിൻ്റെയോ ജോലിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി വാദിച്ചത് മരണപ്പെട്ട രേഷ്മ ഒരു വീട്ടമ്മ മാത്രമാണെന്നും അവർക്ക് സ്വന്തമായി യാതൊരുവിധ മാസവരുമാനവും ഇല്ലെന്നുമാണ്. വീട്ടമ്മമാർ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ സൗജന്യ സേവനമായതിനാൽ അതിന് സാമ്പത്തിക മൂല്യമില്ലെന്നും അതിനാൽ ട്രൈബ്യൂണൽ വിധിച്ച തുകയേക്കാൾ കൂടുതൽ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കില്ലെന്നുമായിരുന്നു കമ്പനിയുടെ നിലപാട്. എന്നാൽ ഹൈക്കോടതിയാകട്ടെ ഈ വാദത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ല. ഒരു വീട്ടമ്മയ്ക്ക് സ്വന്തമായിട്ട് വരുമാനമില്ലെങ്കിൽ പോലും 35ാമത്തെ വയസ്സിൽ മരണപ്പെട്ട ഒരു സ്ത്രീക്ക് ഭാവിയിൽ ജോലി ചെയ്യാനും വരുമാനമുണ്ടാക്കാനുമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. തുടർന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി നഷ്ടപരിഹാര തുക 8,03,000 രൂപയായിട്ട് ഉയർത്തി വിധി പ്രസ്താവിച്ചു. എന്നാൽ ഇൻഷുറൻസ് കമ്പനികളുടെ വിവേചനപരമായിട്ടുള്ള ഈ നിലപാടിനെതിരെയും വീട്ടമ്മമാരുടെ അധ്വാനത്തിൻ്റെ അന്തസ്സിനു വേണ്ടിയും ഭർത്താവ് തൻ്റെ നിയമ പോരാട്ടം അവസാനിപ്പിക്കാതെ കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തിക്കുകയായിരുന്നു. സുപ്രീം കോടതിയിലാകട്ടെ കേസ് എത്തിയതോടെയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ അവകാശ പോരാട്ട ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ എഴുതി വെക്കേണ്ട ഒരു വലിയ വിധി പ്രസ്താവം ഉണ്ടായത്. സുപ്രീം കോടതി ജഡ്ജിമാരുള്ള ജസ്റ്റിസ് സഞ്ജയ് കരോൾ, ജസ്റ്റിസ് എൻ.കെ. സിംഗ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് ഈ വിധിയിൽ നടത്തിയത്. വീട്ടമ്മമാരാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശില്പികളെന്ന് കോടതി അടിവരയിട്ട് പറഞ്ഞു. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അവർ വീടുകളിൽ നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ കുടുംബവും മുന്നോട്ട് പോകുന്നത്. കുടുംബങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ രാജ്യം പുരോഗതി കൈവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വെറും ഒരു ഹൗസ് വൈഫ് ആയി കാണാതെ വീട് കെട്ടിപ്പടുക്കുന്ന ഹൗസ് മേക്കർ എന്ന പദവി നൽകി സമൂഹം ബഹുമാനിക്കണം. പ്രതിഫലമില്ലാതെ വീട്ടമ്മമാർ ചെയ്യുന്ന ഈ വലിയ സേവനങ്ങളെ വരുമാനമില്ലെന്ന പേരിൽ ആർക്കും അപമാനിക്കാൻ സാധിക്കില്ല. ഭർത്താവിനെയും മക്കളെയും പരിചരിച്ച് കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ കഠിനാധ്വാനത്തിന് സാമ്പത്തികമായ മൂല്യമുണ്ടെന്നും അപകടത്തിൽപ്പെട്ട് അവർ മരണപ്പെടുമ്പോഴെങ്കിലും ആ അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ഇൻഷുറൻസ് തുകയായിട്ട് കുടുംബത്തിന് ലഭിക്കണമെന്നും കോടതി കർശനമായിട്ട് ഉത്തരവിട്ടു. ഈ ചരിത്രപരമായിട്ടുള്ള നിരീക്ഷണത്തിന് ശേഷം സുപ്രീം കോടതിയാകട്ടെ ഇൻഷുറൻസ് കമ്പനികളെയും ട്രൈബ്യൂണലുകളെയും ഒക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു മാനദണ്ഡം പുറപ്പെടുവിച്ചു. ഒരു വീട്ടമ്മയുടെ ഒരു മാസത്തെ കഠിനാധ്വാനത്തിന് കുറഞ്ഞത് 30,000 രൂപയെങ്കിലും ശമ്പളമായിട്ട് കണക്കാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഒരു വീട്ടമ്മ ദിവസം മുഴുവൻ അടുക്കളപ്പണി ചെയ്തും തുണി അലക്കിയും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഒക്കെ തന്നെ നോക്കിയും ഭക്ഷണം പാചകം ചെയ്തുമൊക്കെ ചിലവഴിക്കുന്ന മണിക്കൂറുകളുടെ മൂല്യം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പ്രതിമാസം 30,000 രൂപയായിട്ട് കണക്കാക്കണം. തുടർന്ന് അവർ എത്ര കാലം കൂടി ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ടായിരുന്നുവെന്ന് കണക്ക് കൂട്ടി ആ ആയുസ് മുഴുവൻ ഈ തുകയുമായി ഗുണിച്ചു വേണം നഷ്ടപരിഹാരം നൽകാനായിട്ട്. ഇതനുസരിച്ച് മുൻപ് ട്രൈബ്യൂണൽ ആകട്ടെ 2,22,000 രൂപയും ഹൈക്കോടതി 8,03,000 രൂപയും വിധിച്ച കേസിൽ സുപ്രീം കോടതി നഷ്ടപരിഹാരമാകട്ടെ 62,77,000 രൂപയായിട്ട് ഉയർത്തി നിശ്ചയിച്ചു. ഇനി അങ്ങോട്ട് രാജ്യത്ത് ഏത് വീട്ടമ്മ അപകടത്തിൽ മരണപ്പെട്ടാലും അവരുടെ കുറഞ്ഞ മാസക്കൂലി അത് 30,000 രൂപയായി കണക്കാക്കി വേണം ഇൻഷുറൻസ് തുക നൽകാനെന്നും ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ അടിസ്ഥാന തുകയിൽ 10% വർധനവ് വരുത്തണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. നമ്മുടെ വീടുകളിൽ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ അമ്മമാരുടെയും ഭാര്യമാരുടെയും അധ്വാനത്തിന് ഒടുവിൽ നിയമപരമായിട്ടുള്ള അംഗീകാരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. സ്ത്രീ സമത്വത്തിനായുള്ള പോരാട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഈ വിധി ഒരു വിപ്ലവകരമായിട്ടുള്ള നാഴികക്കല്ലായിട്ട് എന്നും നമ്മുടെ രാജ്യത്ത് ഓർമ്മിക്കപ്പെടും.